വർഷം 1965. റോബ്ലി ഈവാൻസ് എന്ന പേരുള്ള ഒരു MIT ഫിസിസിസ്റ്റ് ഒരു ശവക്കല്ലറ തുറക്കാൻ തീരുമാനിച്ചു. ഈബൻ ബയേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശവക്കല്ലറയാണ് അയാൾ തുറക്കാൻ തീരുമാനിച്ചത്. എന്നാൽ കല്ലറ തുറന്ന് ആ ശവശരീരത്തിൽ ചില ടെസ്റ്റുകൾ നടത്തിയ റോബ്ലി ഇനി 1600 വർഷത്തേക്ക് ഈ കല്ലറ ആരും തുറന്നു പോകരുത് എന്ന് ഉത്തരവിട്ടു. ആരാണ് ഈ ഈബൻ ബയേഴ്സ്? ഈ കാണുന്ന ഫോട്ടോയ്ക്കും ഈബൻ ബയേഴ്സിനും എന്താണ് ബന്ധം? എന്തുകൊണ്ടാണ് 1600 വർഷത്തേക്ക് ആ കല്ലറ തുറക്കാൻ പാടില്ല എന്ന് റോബ്ലി പറഞ്ഞത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പറഞ്ഞു വരുമ്പോൾ ഇത് വെറും സൊറയാണെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിരത്തി വെച്ച് സംസാരിക്കുമ്പോൾ ഇത് ടെക്നിക്കലായിട്ടുള്ള ഒരു സൊറയാവുന്നു. ആൻഡ് ഹെൻസ് ദിസ് ഈസ് ടെക്നിക്കൽ സൊറ. ഈബൻ ബയേഴ്സ്, എബനീസർ മെക്ബേണി ബയേഴ്സ് എന്നാണ് അയാളുടെ പൂർണ്ണനാമം. അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് അലക്സാണ്ടർ ബയേഴ്സിന്റെ മകനാണ് ഈ ഈബൻ. പിറ്റ്സ്ബർഗിലെ സെന്റ് പോൾ സ്കൂളിൽ പഠിച്ച് യേൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദം നേടിയ അദ്ദേഹം കാഴ്ചയിൽ സുമുഖനും സുന്ദരനുമായിരുന്നു. എന്തൊക്കെ ചെയ്താലും പഠനത്തിന് ശേഷം അച്ഛൻ അയാളെ കമ്പനിയുടെ ചെയർമാനാക്കും. അതുകൊണ്ട് തന്നെ ഈ വാസ്തവം അറിയാവുന്ന ഈബൻസ് പഠനത്തിനേക്കാൾ കൂടുതൽ സ്പോർട്സിലേക്ക് തന്റെ ശ്രദ്ധ തിരിച്ചു. ഗോൾഫ് ആയിരുന്നു ഈബന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്സ്. 1906 അയാൾ US അമേച്ചർ ഗോൾഫിന്റെ ചാമ്പ്യനായി മാറി. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണിത്. അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഭാവിയിൽ ഒരു നല്ല പ്രോ ഗോൾഫർ ആവാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ കമ്പനിയുടെ ചെയർമാൻ ആവാനായിരുന്നു അയാളുടെ വിധി. പക്ഷേ അതത്ര ചില്ലറക്കാരിയൊന്നുമല്ല കേട്ടോ. അദ്ദേഹവും അത് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അമേരിക്കയിലെ തന്നെ ഏറ്റവും ശക്തരായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളായിരുന്നു അവർ. മെറ്റൽ വർക്കിന്റെ തലതൊട്ട അപ്പന്മാരായിരുന്നു അവർ. ചെറു കമ്പനികൾ മുതൽ വമ്പന്മാരായിട്ടുള്ള കൊക്കക്കോല വരയ്ക്കും അവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു. പിറ്റ്സ്ബർഗിലെ ബേസ്ബോൾ സ്റ്റേഡിയം നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് ഇവരുടെ കമ്പനിയാണ്. വളരെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഈബൻ ബയേഴ്സിന് അതുകൊണ്ട് തന്നെ ഈ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് അയാൾ ലൈഫ് നന്നായി എൻജോയ് ചെയ്തു. തൻ്റെ കമ്പനിക്ക് കോടികൾ ടേൺ ഓവർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അയാൾ അവിടെ ഇവിടെയെല്ലാം സ്ഥലങ്ങൾ ഇഷ്ടം പോലെ വാങ്ങിയിട്ടു. പലയിടത്തും കൊട്ടാര സമാനമായിട്ടുള്ള വീടുകളും ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പുകൾ പോകുന്നതും സ്വന്തം സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതും അദ്ദേഹം നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ കാലം കുറെ മുന്നോട്ട് പോയി. കൃത്യമായിട്ട് പറഞ്ഞാൽ 1927. ഈ 1927 തൻ്റെ പഴയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള യേൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നതായിട്ട് അദ്ദേഹം അറിഞ്ഞു. തൻ്റെ പഴയ കൂട്ടുകാരുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനുള്ള നല്ലൊരു സന്ദർഭമായിട്ടാണ് അദ്ദേഹം ഇത് കണ്ടത്. അതുകൊണ്ട് തന്നെ അയാൾ പോയി കളി കണ്ടു, കൂട്ടുകാരോടൊപ്പം ആർത്തുല്ലസിച്ചു. പക്ഷേ തിരിച്ച് നാട്ടിലേക്ക്, അതായത് പിറ്റ്സ്ബർഗിലേക്ക് വരാൻ 12 മണിക്കൂർ ട്രാവൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ അയാൾ കിടന്നുറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ലീപ്പർ ഫസ്റ്റ് ക്ലാസ് ആണ് ട്രെയിനിൽ ബുക്ക് ചെയ്തത്. അങ്ങനെ ഉറങ്ങിക്കൊണ്ട് യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു കിടക്കാൻ ശ്രമിക്കുന്നതിനിടെ അയാൾ അറിയാതെ താഴെ ട്രെയിനിന്റെ ഫ്ലോറിലേക്ക് വീണു. വീണതാവട്ടെ കൈയിടിച്ചിട്ടുമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അപ്പർ ഹാൻഡ്. വീണ സമയം മുതൽക്ക് തന്നെ അയാൾക്ക് നന്നായിട്ട് അവിടെ വേദന തോന്നിക്കൊണ്ടിരുന്നു. ഈ വേദന കൂടിക്കൂടി വന്നതോടെ അയാൾ തൻ്റെ ഫാമിലി ഡോക്ടറായിട്ടുള്ള വില്യം ബെയ്ലിയെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. എന്നാൽ ഡോക്ടർ ബെയ്ലി ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കൈക്കില്ല എന്ന് സ്ഥിരീകരിച്ചു. പോരാത്തതിന് കയ്യിലുള്ള വേദന മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടോണിക്കും നിർദ്ദേശിച്ചു. റാഡിത്തോർ എന്നാണ് ഈ ടോണിക്കിന്റെ പേര്. ഈവൻ ഈ ടോണിക്ക് വാങ്ങിയിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത അതേ എമൗണ്ട് കഴിച്ചു തുടങ്ങി. ഈ ടോണിക്ക് കുടിക്കുന്തോറും തനിക്ക് നല്ലോണം യുവത്വം ഫീൽ ആവുന്നതായിട്ട് ഈവന് തോന്നിത്തുടങ്ങി. ശരീരത്തിലെ വേദനകളെല്ലാം മാറുന്നു, പേശീബലം കൂടുന്നു, സ്കിന്നും വളരെ നന്നായി ഇംപ്രൂവ് ആവുന്നു. അങ്ങനെ പലതായിട്ട് അദ്ദേഹത്തിന് ഒന്നൊന്നായിട്ട് ഫീൽ ചെയ്തു തുടങ്ങുകയാണ്. ഈ ടോണിക്ക് ഇത്രയും മാജിക്കുകളൊക്കെ കാണിച്ചു തുടങ്ങിയപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിലും കൂടുതൽ അയാൾ കഴിച്ചു തുടങ്ങി. അങ്ങനെ കഴിച്ച് 1930 ആവുമ്പോഴേക്കും 1400ഓളം കുപ്പി അയാൾ തീർത്തു കഴിഞ്ഞിരുന്നു. പോകെ പോകെ ഇത് കഴിച്ചിട്ടും ശരീരത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ 1930ഓടെ അദ്ദേഹം ഈ റാഡിത്തോർ കഴിക്കുന്നത് നിർത്തി. എന്നാൽ 1931, അതായത് അദ്ദേഹം ഇത് കുടിക്കുന്നത് നിർത്തി ഏകദേശം 1 വർഷത്തിന് ശേഷം അയാളുടെ ശരീരത്തിൽ ചില വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് വെയിറ്റ് ലോസ് ആണ്. അയാളുടെ ശരീരം വളരെയധികം വെയിറ്റ് ലൂസ് ചെയ്തുകൊണ്ടേയിരുന്നു. അയാളുടെ മുടിയും നന്നേ കൊഴിയാൻ തുടങ്ങി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം എണീറ്റ് നിൽക്കാൻ പോലും അയാൾക്ക് കെൽപ്പില്ലാതാവുന്ന രീതിയിൽ അയാൾക്ക് തോന്നി തുടങ്ങി. പക്ഷേ അയാളെ ഞെട്ടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പൊടുന്നനെ അയാളുടെ പല്ലുകളെല്ലാം കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതോടെ ഭയന്നുപോയ ഈബൻ ബയേഴ്സ് മറ്റുള്ള മെഡിക്കൽ ഹെൽപ്പുകളും തേടിത്തുടങ്ങി. എന്നാൽ ഇതേ സമയം അമേരിക്കയിലെ ഫെഡറൽ ട്രേഡ് കമ്മീഷൻ
നമ്മുടെ ഈബന്റെ ഡോക്ടറായിട്ടുള്ള വില്യമിനെ കുറിച്ച് ചില തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഈ വില്യം എന്ന ഡോക്ടർ ഒരു വ്യാജ ബിരുദധാരിയാണെന്നും അയാൾ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ തന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെന്നും അവർ കണ്ടെത്തി. എന്നാൽ ഇതിലും ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നായിരുന്നു. അയാൾ സ്വന്തമായി നിർമ്മിച്ച് വിറ്റുകൊണ്ടിരുന്ന റാഡിത്തോർ എന്ന ടോണിക് റേഡിയം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അതെ, ഹൈലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള റേഡിയം തന്നെ. ഇത് ക്യാൻസറിന് കാരണമാകും എന്ന് ഇന്ന് നമുക്ക് നല്ലോണം അറിയാം. എന്നാൽ പണ്ട് കാലത്ത് ഇത് അത്രത്തോളം അറിയുന്ന ഒരു ഫാക്റ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ, വ്യാജ ഡോക്ടർ, ഇഷ്ടം പോലെ ഇതുണ്ടാക്കി വിൽക്കുകയും ലാഭം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റേഡിയം അടങ്ങുന്ന റാഡിത്തോറാണ് അയാൾ ബോട്ടിൽ കണക്കിന് കുടിച്ചു തീർത്തത്. അങ്ങനെ വില്യമിനെതിരെ കോടതിയിൽ സാക്ഷി പറയാനായിട്ട് ട്രേഡ് കമ്മീഷൻ ഈബനെ ചെന്ന് സമീപിച്ചു. എന്നാൽ ഈബനെ കണ്ട അവര് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അയാളുടെ താടിയെല്ല് മുക്കാലും ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പർ ജോ ലൈനും അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ സ്കള്ളിൽ, അതായത് തലയോട്ടിയിൽ പോലും വലിയ വലിയ ഓട്ടകൾ ഉണ്ടായിരുന്നു. ആകെ മൊത്തം ജീവനോടെ ദ്രവിച്ചു പോയ ഒരു മനുഷ്യൻ. ഇത്രയും ദുരവസ്ഥയിലാണെങ്കിൽ പോലും ട്രേഡ് കമ്മീഷൻകാരോട് താൻ കോടതിയിൽ വന്ന് സാക്ഷി പറയാം എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ 1931 കോടതി ഈബനെ ഹാജരാവാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല. അതിനുള്ളിൽ അയാൾ പൂർണ്ണമായും കിടപ്പിലായിട്ടുണ്ടായിരുന്നു. അയാളുടെ താടിയെല്ലുകൾ പൂർണ്ണമായും റിമൂവ് ചെയ്യപ്പെട്ടു. പതിയെ സ്വയം ദ്രവിച്ച് ഇല്ലാതെയായ അയാൾ 1932 മാർച്ച് 31 മരണമടഞ്ഞു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിന്നീട് 1965 റോബ്ലി എന്ന MIT ഫിസിസിസ്റ്റ് റേഡിയേഷൻ മനുഷ്യന് എത്രത്തോളം ഹാനികരമാവും എന്ന് കണ്ടെത്താനായിട്ട് അദ്ദേഹത്തിൽ ഒരു പഠനം നടത്തി. അതിനു വേണ്ടിയിട്ടാണ് ഈബൻ ബയേഴ്സിന്റെ കല്ലറ അദ്ദേഹം തുറന്നത്. ഈബൻ ബയേഴ്സിന്റെ ശരീരത്തിൽ ടെസ്റ്റുകൾ നടത്തി അദ്ദേഹം കണ്ടെത്തിയത് റേഡിയത്തിന്റെ 226, 228 വകഭേദങ്ങളായിരുന്നു. എന്നാൽ അതിലും ഞെട്ടിക്കുന്നത് അദ്ദേഹം കണ്ടെത്തിയ മറ്റൊരു കാര്യമായിരുന്നു. ഈബൻ മരിക്കുന്ന സമയത്ത് അയാളുടെ ശരീരം എത്രത്തോളം റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരുന്നോ അത് അതേപോലെ തന്നെ ഇപ്പോഴും കല്ലറയ്ക്കുള്ളിലും തുടരുന്നു എന്നതാണ് അദ്ദേഹം കണ്ടെത്തിയത്. റോബ്ലി കൂടെ മറ്റൊന്നുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് 1600 വർഷത്തോളം ഈ ശരീരം ഇതേ അളവിൽ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 1600 വർഷത്തേക്ക് ആ കല്ലറ ആരും തൊട്ടു നോക്കണ്ട. ഈബൻ ബയേഴ്സിന്റെ ഫോട്ടോ എന്ന പേരിൽ ഇക്കാലത്തെ ഇന്റർനെറ്റിൽ പല ഫോട്ടോകളും ചുറ്റിത്തിരിഞ്ഞ് നടപ്പുണ്ട്. അതിൽ മുഖ്യമായിട്ടുള്ള ഒന്നാണ് ഇത്. എന്നാൽ ഇത് സത്യത്തിൽ 1942 രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് താടിയില്ലിന് പരിക്ക് പറ്റിയ ഒരു ജവാന്റേതാണ്. ഈബൻ ബയേഴ്സിന്റെ അവസ്ഥയെ വിവരിക്കുന്ന ഈ രീതിയിലുള്ള ഒരു ചിത്രവും ഇല്ല എന്ന് വേണം തൽക്കാലം കരുതാൻ. പലയിടങ്ങളിലും ഈബന്റെ താടിയെല്ല് ഊരി വീണു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതിന് തക്കതായ പ്രൂഫുകളൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ കേൾക്കുന്ന കഥകളിൽ നിന്ന് തന്നെ അദ്ദേഹം എത്രത്തോളം ദുരിതം അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും ഈബൻ ബയേഴ്സിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയുമായി അടുത്ത് തന്നെ വരുന്നതായിരിക്കും. This is Vaishnav Vasudevan signing off.